മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഹോർമൂസ് സ്ട്രൈറ്റ് അടച്ചിടുക എന്ന് വെച്ചാൽ നമുക്കടക്കം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹോർമൂസ് സ്ട്രൈറ്റിൻ്റെ വഴി വരുന്ന എണ്ണയും ഗ്യാസും നമുക്ക് ആവശ്യമുണ്ട്. അതുവഴി എണ്ണയും ഗ്യാസും ഈ പറഞ്ഞ GCC രാജ്യങ്ങൾക്ക് വിൽക്കേണ്ടതുണ്ട്. അത് അടഞ്ഞു കിടക്കുന്നത് ലോകത്തെ ബാധിക്കുന്നു, സ്ട്രാറ്റജിക്കലി അമേരിക്കയെ ബാധിക്കുകയാണ്. കാരണം റഷ്യ കൂടുതൽ പവർഫുൾ ആവുകയാണല്ലോ ഓയിലിൻ്റെ കാര്യത്തിൽ. സോ അത് തുറക്കാൻ നടത്തേണ്ട ശ്രമങ്ങൾ ഇങ്ങനെ ഒരു സൈനിക ശ്രമത്തിലൂടെ ആണെങ്കിൽ അത് കൂടുതൽ വഷളാവുകയും അത് ഈ റീജിയനെ ആകമാനം ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുകയാണോ ചെയ്യുക? ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലേ? അതോ കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ആണോ എടുക്കേണ്ടത്? സത്യത്തിൽ ഇത് ഈ അമേരിക്കൻ മറീൻസ് വരാൻ പോകുന്നു കൂടുതൽ ആയുധങ്ങളും പണവുമായിട്ടെന്ന് പറയുന്നത് നമ്മളെ സത്യത്തിൽ ആശങ്കാകുലരാക്കുകയാണോ വേണ്ടത് പൊളിറ്റിക്കലി? ശ്രീ നിഷാദ്, ഹോർമൂസ് കടലിടുക്ക് സുഗമമായ യാത്രയ്ക്കുള്ള കപ്പൽ യാത്രയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ബലപ്രയോഗത്തിലൂടെ മാത്രം നേടിയെടുക്കാം എന്നത് കേവലം വ്യാമോഹമാണ് ഇപ്പോഴത്തെ നിലയിൽ. കാരണം വളരെ തന്ത്രപ്രധാനമായ ഒരു ചോക്ക് പോയിന്റാണ് ഹോർമൂസ്. അത് ഇറാൻ്റെ അത്രയും സൈനിക ബലമുള്ള കൺവെൻഷണൽ പവേഴ്സ് മതിയാകും. അതിനൊന്നും ആണവശക്തിയൊന്നും വേണ്ട അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ. കാരണം കരയിൽ നിന്നുകൊണ്ട് കൊടുക്കാവുന്ന മിസൈലുകൾ വിതയ്ക്കാൻ സാധ്യതയുള്ള നാശനഷ്ടം കപ്പലുകൾ അതിലെ പാസ് ചെയ്യുന്നതിന് മുമ്പ് 2 അല്ല 10 വട്ടം ചിന്തിക്കും. അത് തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെയുള്ള സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ് ഹോർമൂസ് മേഖലയിലുള്ള ഇറാൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ സ്വാധീനം അല്ലെങ്കിൽ അപ്പർ ഹാൻഡ്. അവിടെ ഒരു ബലപ്രയോഗമാണ് ഇപ്പോൾ അമേരിക്കയുടെ മനസ്സിൽ വന്നത്. എന്തുകൊണ്ട് ആ ബലപ്രയോഗം എന്നത് ഇപ്പോൾ ചിന്തിക്കുന്നു. അമേരിക്കയുടെ ആദ്യ പദ്ധതി ഭാഗികമായി എങ്കിലും പാളി. ഉന്നത നേതൃത്വത്തെ വകവരുത്തുക, മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് പരമാവധി തച്ചു തകർക്കുക, അതുപോലെ തന്നെ ആണവ വിപത്തിനെ ആത്യന്തികമായി ഒഴിവാക്കുക, മിസൈൽ ശേഖരം അവസാനിപ്പിക്കുക. ഇതൊക്കെ ഭാഗികമായി നടന്നു കഴിഞ്ഞു. മിസൈൽ ശേഖരത്തിൽ കുറവ് വന്നിട്ടുണ്ടാവണം. ആണവ പദ്ധതികൾ അടുത്ത 10 വർഷത്തേക്ക് മുന്നോട്ട് പോകാത്ത രീതിയിലുണ്ടായി. ഉന്നത നേതൃത്വത്തെ വകവരുത്തി അതിനുശേഷം വന്ന നേതൃത്വത്തെ IRGCയുടെയും മറ്റും നേതൃത്വത്തെ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോഴും ഇറാൻ പൊരുതുന്നു എന്ന് പറയുമ്പോൾ കരയുദ്ധം ഉണ്ടെങ്കിലേ പറ്റൂ. അങ്ങനെയെങ്കിൽ 3 തീരുമാനങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, അതിൽ ഒരു തീരുമാനം ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റ്, അതായത് വളരെ താഴ്ന്ന ഓൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കപ്പലുകൾ ഹോർമൂസിന് സമീപമുള്ള അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിൽ ആക്രമണോത്സുകമായി മാറാൻ സാധ്യതയുള്ള ഗൺ ബോട്ടുകളെയും കപ്പലുകളെയും തെരഞ്ഞു പിടിച്ച് ബോംബ് ചെയ്യുക, മിസൈൽ അയക്കുക. അതാണ് ഒരു ദൗത്യം. 2, അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ്. അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് അമേരിക്കയുടെ ഏറ്റവും കൃത്യതയുള്ള ഹെലികോപ്റ്റേഴ്സാണ്. കോമ്പറ്റിന് ഉപയോഗിക്കാവുന്ന, ബാറ്റിൽ ഫീൽഡിൽ ഉപയോഗിക്കാവുന്ന ഹെലികോപ്റ്റേഴ്സാണ്. അതും ഈ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് ഹോർമൂസിന് മുകളിൽ വലിയ ഒരു ഫ്ലീറ്റ് ഓഫ് അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് തലങ്ങും വിലങ്ങും പറക്കുക, അവരുടെ കൃത്യതയാർന്ന ബോംബിംഗ്. അതാണ് പിന്നീടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് യുദ്ധക്കപ്പലുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള അന്തരീക്ഷം. അമേരിക്കയുടെ പദ്ധതി മാത്രം ചെയ്തിട്ടില്ല, അതാണ് ഇൻ ദ പൈപ്പ് ലൈൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കേവലം 33 മുതൽ 40-45 കിലോമീറ്റർ വരെ ശരാശരി വീതിയുള്ള കുപ്പിക്കഴുത്താണ്. അതാണല്ലോ ചോക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ 20 കിലോമീറ്റർ എങ്കിലും ഇറാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണെന്ന് ഓർക്കണം. അവിടെ ടച്ച് ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് ഈ അമേരിക്കൻ ബാറ്റിൽ ഷിപ്സ്, വലിയ എയർക്രാഫ്റ്റ് കാരിയർ അല്ലെങ്കിൽ പോലും മറ്റ് ആക്രമണ കപ്പലുകൾക്ക് അല്ലെങ്കിൽ മൈൻ വാരി കപ്പലുകൾക്ക് അതിലെ പ്രവേശിച്ചുകൊണ്ട് പൂർണ്ണമായി സുഗമമായി ഹോർമൂസിനെ സഞ്ചാരയോഗ്യമാകണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ അത് സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു. അതിനുവേണ്ടിയാണ് ട്രംപ് പറഞ്ഞത് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, നെയ്റ്റോ രാജ്യങ്ങൾ, മറ്റ് നെയ്റ്റോ ഇതര രാജ്യങ്ങൾ, ചൈനയോടും റഷ്യയോടും പോലും ശ്രീ നിഷാദ് അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ കടന്നു വരൂ, ലോകത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. എണ്ണ കടന്നു പോകണം, വിഭവങ്ങൾ പേർഷ്യൻ ഗൾഫിലേക്ക് കടന്നു വരണം, നിങ്ങളെല്ലാം സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും വൈകി കിട്ടുന്ന വിവരമനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, ചില നെയ്റ്റോ രാജ്യങ്ങൾ ഈ ആക്രമണത്തിന് തങ്ങൾ തയ്യാറല്ല എങ്കിലും അവിടെ സുഗമമാക്കാൻ വേണ്ടി തങ്ങളാലാവുന്നത് ചെയ്യാം എന്ന രീതിയിലൊരു നിഗമനത്തിലെത്തി നിൽപ്പുണ്ട് എന്നതാണ് ഇപ്പോൾ കടന്നു വരുന്ന കാര്യം. ആ ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല എന്ന് ഓർക്കണം. അന്തിമമായി 3ാമത്തെ പദ്ധതിയിലേക്ക്, അത് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അങ്ങ് ജപ്പാൻ തീരത്ത് അല്ലെങ്കിൽ കൊറിയകളുടെ അടുത്ത് നങ്കൂരമിട്ടിരുന്ന വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ഇതാ ഒരു മേജർ ബാറ്റിൽ ഷിപ്പ് ഇതാ വരുന്നു. 2500 മെറീനുകളുമായി വരുന്നു. മെറീനുകളുമായി വരുന്നത് പ്രത്യേകിച്ച് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ്. മെറീനുകൾ വെറുതെ കടലിൽ നിൽക്കാനുള്ളവരല്ല, അവർ ആംഫീബിയൻ ഓപ്പറേഷൻസിന് വേണ്ടി കടലിൽ നിന്നും
കരയിലേക്ക് ഇറങ്ങും. നോക്കൂ, 2500-3000 കിലോമീറ്റർ നീളമുണ്ട് ഇറാന്റെ തെക്കൻ തീരത്തിന്. പേർഷ്യൻ ഗൾഫിന്റെ പടിഞ്ഞാറ് നിന്നും പേർഷ്യൻ ഗൾഫിന്റെ കിഴക്ക് ഭാഗത്ത് ഒമാൻ ഉൾക്കടലിൽ നിന്നും ഇറാന്റെ മണ്ണിലേക്ക് കരമാർഗം കടലിൽ നിന്നും കരമാർഗം പ്രവേശിക്കണമെങ്കിൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കും. 2500 പേരാണ് ആ മെറീനുകൾ. ഓൾറെഡി 45,000 മുതൽ 50,000 വരെ ഈ US ട്രൂപ്സ് ആ പ്രദേശങ്ങളിലുണ്ട്. 19 വ്യത്യസ്തമായ അമേരിക്കൻ താവളങ്ങളിൽ, അത് വൈമാനികരായും സൈനികരായും എല്ലാം കൂടി ചേർത്ത് 50,000-ഓളം പേരുണ്ട്. ഇവർക്കെല്ലാം കൂടി ഒന്നും ഇറാനിലേക്ക് ഇരച്ചു കയറാൻ ആവില്ല. വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാകും എന്നറിയാം. അതുകൊണ്ട് ഒരു കരയുദ്ധം വരുമെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങൾ ബലം പ്രയോഗിച്ചും അല്ലെങ്കിൽ കരയുദ്ധം നേരിടാൻ ഇറാൻ എന്തുമാത്രം സജ്ജമാണ്, എന്തുമാത്രം കരുത്ത് ഇറാൻ ബാക്കിയുണ്ടെന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. ഇത്രയും